നമ്മൾ ഇന്ന് കോണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മെൻസുറേഷൻ 3Dയുടെ 4ാമത്തെ ക്ലാസ് ആണത്. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുവരെ ക്യൂബ് പഠിച്ചു, ക്യൂബോയിഡ് പഠിച്ചു, സിലിണ്ടർ പഠിച്ചു. ഇന്ന് നമ്മൾ കോണും പഠിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് കോൺ? ഞാനൊരു സർക്കിളിൽ നിന്ന് ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് ആ സെക്ടർ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ സെക്ടറിന്റെ ഈ പോർഷനും കൂടെ ചേർത്ത് ഞാൻ ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒട്ടിച്ചപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. കണ്ടോ, ഇതാണ് കോൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ കോണിന്റെ ബേസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഈ കോണിന്റെ ബേസ് സർക്കിൾ ആണ്. അപ്പൊ ഈ ബേസ് സർക്കിളിന് ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടായിരിക്കും, ഇതിനൊരു റേഡിയസ് ഉണ്ടാവും, ഒരു ഡയമീറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ കോണിന്റെ ബേസ് സർക്കിളിന്റെ സെന്ററിലോട്ട് ഈ ഒരു വേർട്ടക്സിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ്. അപ്പം ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആ പെർപെൻഡിക്കുലർ ലൈൻ ആണ് ഈ കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന കോണിനെയാണ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ചരിഞ്ഞ ഹൈറ്റ് ആണ്, സ്ലാന്റ് ഹൈറ്റ് ആണ്. ഓക്കെ, ഇനി ഈ കോണിനകത്ത് നമുക്ക് ഐസ്ക്രീം ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യണം. അപ്പൊ എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതിനകത്ത് ക്രീം ഫില്ല് ചെയ്യാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ ഈ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ആണ്. സിലിണ്ടറിന്റെ വോളിയം എന്താണ്? πr²h ആണ് സിലിണ്ടറിന്റെ വോളിയം. അതിന്റെ 1/3 ആണ് കോണിന്റെ വോളിയം. അപ്പൊ കോണിന്റെ വോളിയം എത്രയാണ്? കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr²h ആണ് കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി ഈ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷന്റെ മാത്രം ഏരിയ. കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr(L) ആണ് കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ കർവ്ഡ് സർഫസ് ഏരിയയും വരും, ഈ ബേസ് സർക്കിളിന്റെ ഏരിയയും കൂടെ ചേർന്ന് വരുന്നതാണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ബേസ് സർക്കിളിന്റെ ഏരിയ, അത് πr² ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് π കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു r ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്. ഇപ്പൊ ഒരു r കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ ബ്രാക്കറ്റിനകത്ത് എല്ലും വരും പ്ലസ് ആറും വരും. ഓക്കെ, അപ്പൊ πr × L+r ആണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് 3 cm and the height of the cone is 4 cm. Find the total surface area of the cone. Okay, അവർ പറയുന്നത് ഒരു കോണിന്റെ ബേസ് സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്ററും അതിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്ററുമാണ്. നമ്മൾ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോ കോണിന്റെ ബേസ് സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അത് 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അത് 4 സെന്റിമീറ്റർ ആണ്. കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr × L+r ആണ്. നമുക്ക് സ്ലാന്റ് ഹൈറ്റ് എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ആദ്യം സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതൊരു റൈറ്റ് സർക്കുലർ കോൺ ആണ്. അങ്ങനെ വരുമ്പോൾ ഇതാണ് ഈ റൈറ്റ് സർക്കുലർ കോൺ. ഓക്കെ, അപ്പം ഇതതിന്റെ ഹൈറ്റ് ആണ്, അതാണ് 4 സെന്റിമീറ്റർ. ഇതതിന്റെ ബേസ് സർക്കിളിന്റെ റേഡിയസ് ആണ്, ഇതാണ് 3 സെന്റിമീറ്റർ. അപ്പം നമുക്ക് ഈ പോർഷൻ എന്താണെന്നാണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് റൈറ്റ് സർക്കുലർ കോൺ ആവുമ്പോൾ ഇത് അതിന്റെ പെർപെൻഡിക്കുലറും ഇതതിന്റെ ബേസുമാണ്, ഇതതിന്റെ ഹൈപ്പോട്ടേനിയസ് ആയിട്ട് വരും. അപ്പൊ ആദ്യം ഹൈപ്പോട്ടേനിയസ് കണ്ടുപിടിക്കാം. അത് √3² + 4² ആണ്, അതായത് 9 + 16 √25 എന്ന് വരും. അത് 5 ആണ് എന്ത് ഈ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാല്യൂ എല്ലാം കിട്ടി, ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr × L+r ആണ്. പൈയുടെ വാല്യൂ എത്രയാണ്? 22/7 ആണ് പൈയുടെ വാല്യൂ. r എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇൻറ്റു സ്ലാന്റ് ഹൈറ്റ് 5 ആണ് പ്ലസ് റേഡിയസ്
3. ഓക്കെ, അപ്പോൾ 22/7 ഇൻറ്റു 3 ഇൻറ്റു 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ 8 3 24, 22 ഇൻറ്റു 24, 8 8 4 4 8 2 5, 528 ഡിവൈഡഡ് ബൈ 7 തരും. 528 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, 7 49, 7 49, 32, അപ്പോൾ 38, 7 5 35. അപ്പം 75 3/7 എന്ന് വരും ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. 75 3/7 ആണ് ഈ കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം എ സോളിഡ് റൈറ്റ് സർക്കുലർ വിത്ത് ഹൈറ്റ് 10 cm and a radius of the base 6 cm, a right circular cone of the same height and base is removed. Find the volume of the remaining solid. അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ ബേസ് സർക്കിളിന്റെ റേഡിയസ് 6 സെന്റിമീറ്ററും ഹൈറ്റ് 10 സെന്റിമീറ്ററുമാണ്. ഈ സിലിണ്ടറിൽ നിന്ന് ബേസ് സർക്കിളിന്റെ റേഡിയസ് 6 സെന്റിമീറ്ററും ഹൈറ്റ് 10 സെന്റിമീറ്ററും ആയിട്ടുള്ള ഒരു കോൺ റിമൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പോർഷന്റെ വോളിയം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ആ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കണം, പിന്നെ ആ കോണിന്റെ വോളിയം കണ്ടുപിടിക്കണം. രണ്ടിന്റെയും വോളിയത്തിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പം റിമൈനിങ് പോർഷന്റെ വോളിയം എന്താണെന്ന് കിട്ടും. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr² ആണ്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് ആദ്യം സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാം. πr² ആണ് സിലിണ്ടറിന്റെ വോളിയം. പൈയുടെ വാല്യൂ 22/7 ആണ്. റേഡിയസ് 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 6ന്റെ സ്ക്വയർ 36, ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ്. അപ്പം 36 ഇൻറ്റു 22, 792 ഇൻറ്റു 10, 7920 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും ആ സിലിണ്ടറിന്റെ വോളിയം. ഇത് നമുക്ക് കോണിന്റെ വോളിയം കണ്ടുപിടിക്കണം. സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ആണ് കോണിന്റെ വോളിയം. നമ്മളിതാ ഇവിടെ പഠിച്ചതാണ്. ഓക്കെ, അപ്പം 7920 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 1/3, 23 6 6 3 18 4 2640 ഡിവൈഡ് ബൈ 7 എന്ന് കിട്ടും ആ കോണിന്റെ വോളിയം. രണ്ടിന്റെ വോളിയത്തിന്റെ ഡിഫറൻസ് എടുക്കുക. 2640 ഡിവൈഡ് ബൈ 7, 0 8 2 5. ഓക്കെ, അപ്പം 7 7 49, 7 5 35, 4 28 2/7 എന്ന് കിട്ടും ആ റിമൈനിങ് പോർഷന്റെ വോളിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a right cylindrical vessel is full with water. How many right cone having the same diameter and height as those of right cylinder will be needed to store that water? ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യമേ ആ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കോണിന്റെ വോളിയം കണ്ടുപിടിക്കുക. ഈ സിലിണ്ടറിന്റെ വോളിയത്തിനെ കോണിന്റെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൽ നിറച്ചിരിക്കുന്ന വെള്ളം മൊത്തവും ഒരു കോണിലോട്ട് മാറ്റണമെങ്കിൽ എത്ര കോൺ വേണ്ടി വരും എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? πr² ആണ് ഡിവൈഡഡ് ബൈ കോണിന്റെ വോളിയം എത്രയാണ്? 1/3 πr² ആണ്. ഇത് ഇത്രയും കട്ട് ചെയ്ത് പോകും, ഇത് ഇത്രയും കട്ട് ചെയ്ത് പോകും. അപ്പൊ എത്ര കോണാണ് വേണ്ടുന്നത്? 3 കോൺ വേണ്ടി വരും. ആ സിലിണ്ടറിനകത്ത് നിറച്ചിരിക്കുന്ന വെള്ളം മൊത്തം ഫില്ല് ചെയ്യണമെങ്കിൽ 3 കോണാണ് നമുക്ക് വേണ്ടി വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, a cylindrical piece of metal of radius 2 cm and height 6 cm is shaped into a cone of same radius. The height of cone is, എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ റേഡിയസ് 2 സെന്റിമീറ്ററും ഹൈറ്റ് 6 സെന്റിമീറ്ററും ആണ്. ഈ സിലിണ്ടറിനെ നമ്മൾ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു കോണായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. റേഡിയസ് മാത്രമാണ് സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ സിലിണ്ടറിനെ മൊത്തത്തിൽ കോണായിട്ട് മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പൊ സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയങ്ങൾ തമ്മിൽ മാറുന്നില്ല. എന്താണോ സിലിണ്ടറിന്റെ വോളിയം അത് തന്നെയാണ് കോണിന്റെയും വോളിയം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കോണിന്റെ ഹൈറ്റ് എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയങ്ങൾ തമ്മിൽ മാറുന്നില്ല.
പൈ ആർ സ്ക്വയർ എച്ച് തന്നെയാണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 22/7 ഇൻറ്റു സിലിണ്ടറിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്, 2ന്റെ സ്ക്വയർ 4. സിലിണ്ടറിന്റെ ഹൈറ്റ് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7. കോണിൻ്റെതും സെയിം റേഡിയസ് തന്നെയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പം റേഡിയസ് 2 തന്നെയാണ്, 2ന്റെ സ്ക്വയർ 4. കോണിന്റെ ഹൈറ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എച്ച് എന്നിടുക. ഈ 4 തമ്മിൽ കട്ട് ചെയ്ത് പോകും. 22/7 22/7 തമ്മിൽ കട്ട് ചെയ്ത് പോകും. അപ്പം എച്ച് ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പൊ എന്താണ് എച്ച്? ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 1/3 സമത്തിനപ്പുറം ചെല്ലുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 6 × 3 18. അപ്പോൾ കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് കോണിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം, ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.